നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്രട്ടാതി മഹോത്സവം തിങ്കളാഴ്ച കൊടിയേറുകയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്രട്ടാതി മഹോത്സവം അതിവിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും. ഉത്സവ ദിനത്തിൽ 3 നേരം അന്നദാനം ഉണ്ടായിരിക്കും. ഈ വരുന്ന തിങ്കളാഴ്ച കൊടിയേറി 15-ന് കൊടിയിറങ്ങിയാൽ ഈ വർഷത്തെ പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം അതിന്റെ പരിസമാപ്തി കുറിക്കും. ഓം നമഃശിവായ. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലെ 1199 ആണ്ട്, അതായത് 2024 മീനമാസത്തിലെ ഉത്രട്ടാതി കൊടിയേറി 8 ദിവസത്തെ ഉത്സവം ഈ വർഷം ചില കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ സ്വർണ്ണ കൊടിമരത്തിൻ്റെ പണി നടക്കുന്നതിനാൽ ഉത്സവ ചടങ്ങുകൾ താൽക്കാലിക സംവിധാനത്തിൽ അടയ്ക്കാമരത്തേൽ ആണ് ഈ വർഷം കൊടിയേറുന്നത്. അപ്പോൾ ബാക്കി ക്ഷേത്ര ചടങ്ങുകളെല്ലാം തന്നെ, അകത്തെ മഹാദേവൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ വിപുലമായി തന്നെ കഴിഞ്ഞ വർഷത്തേതിനേക്കാളും ഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും. അതുകൊണ്ട് ഈ വർഷത്തെ ഈ ഉത്രട്ടാതി മഹോത്സവം വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും അന്നദാനവും ബാക്കി ക്ഷേത്ര ചടങ്ങുകളും പുഷ്പാലങ്കാരവും, എല്ലാ ദിവസങ്ങളിലും അഷ്ടാഭിഷേകവും ബാക്കി പൂജകളും 3 ദിവസത്തെ ഉത്സവബലിയും പള്ളിവേട്ട, ആറാട്ട് തുടങ്ങി എല്ലാ കർമ്മങ്ങളും നമ്മുടെ ക്ഷേത്രം തന്ത്രി കുളക്കട നമ്പിപടത്തിൽ ശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിൽ അവരുടെയും ക്ഷേത്ര ഉപദേശക സമിതി പ്രത്യേകിച്ച് പ്രസിഡന്റ് ശ്രീ വിനായക കുമാർ, സെക്രട്ടറി ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ XMP, ബാക്കി കമ്മിറ്റി അംഗങ്ങൾ, ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെ ഒരു കൂട്ടായി ഒരു മഹോത്സവമാക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടന്നു വരുന്നു. 8 ദിവസത്തെ ഈ ഏപ്രിൽ മാസം 8-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 7:30 കൊടിയേറി 15-ാം തീയതി രാവിലെ 9 മണിക്ക് കൊടിയിറങ്ങി നമ്മൾ ക്ഷേത്രക്കുളത്തിൽ വെച്ച് ആറാട്ട് നടക്കുന്നതോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപ്തിയാകുന്നു. ഈ വർഷം വേറൊരു പ്രത്യേകതയുള്ളത്, ഭഗവാന്റെ പള്ളിവേട്ട ദിവസം, ഞായറാഴ്ച ദിവസം വിഷു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷുക്കണി ദർശനം ഈ വർഷത്തെ ഉത്സവത്തിനിടയ്ക്കാണ്. അതോടെ വളരെ പ്രത്യേകതയാണ്. അവധി ദിവസവും ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് വളരെ വൻ തിരക്ക് അന്നത്തെ ദിവസം ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ മഹോത്സവം മംഗളമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു.